ഇതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നല്ല ഇപ്പോൾ മ്യൂസിയം ആക്കിയിരിക്കുകയാണ് കേട്ടോ. മുഗൾ ആർക്കിടെക്ചറിൽ പണി കഴിപ്പിച്ച കലാം മെമ്മോറിയലും രാമേശ്വരത്തുണ്ട്. കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്നെ വളരെ സ്വാധീനിച്ചൊരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ വായിച്ചറിഞ്ഞ സ്ഥലം നേരിട്ട് കണ്ട വിസ്മയത്തിലാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ ഞങ്ങളുള്ളത് പാമ്പമ്പാലത്തിലാണ്. വൈകുന്നേരം ഒരു 5 മണിയായി ഇപ്പോൾ സമയം. ഒരുപാട് പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാം. രാമേശ്വരത്തെ കടൽ തീരത്ത് പക്ഷികൾ പറക്കുന്നത് കണ്ടാണല്ലോ കലാം ആദ്യമായി തനിക്കും പറക്കണമെന്ന് സ്വപ്നം കണ്ടത്. ഒരു അമേസിങ് എഞ്ചിനീയറിംഗ് വർക്കാണ് പാമ്പൻ റെയിൽവേ ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കടലിൽ നിരന്നിറങ്ങിയിരിക്കുന്നത് കാണാട്ടോ. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്ന 2 കിലോമീറ്ററോളം നീളമുള്ള ബ്രിഡ്ജാണിത്. സന്ധ്യയോടുകൂടി ഞങ്ങൾ രാമനാഥസ്വാമി ടെമ്പിളിലെത്തി. രാമേശ്വരത്തെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണിത്. കവാടം കടക്കുമ്പോൾ തന്നെ ഒരുപാട് കടകളുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിന് പുറത്തും ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് ഈ അമ്പലം. ഇവിടുത്തെ കൊത്തുപണികളും ചിത്രപ്പണികളും നമ്മളെ അതിശയിപ്പിക്കും. എല്ലാം ഒരുപോലെ മനോഹരം. ഇത് രാമേശ്വരത്തെ ഫേമസ് ആയിട്ടുള്ള അഗ്നിതീർത്ഥമാണ് കേട്ടോ. രാമനാഥസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ പുണ്യമായ കടൽ തീരമാണിത്. രാവണവധത്തിന് ശേഷം ശ്രീരാമൻ ഇവിടെ സ്നാനം ചെയ്ത് ശിവനെ ആരാധിച്ചു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ രാത്രി ഏകദേശം 9 മണിയായിട്ടുണ്ട്. അഗ്നിതീർത്ഥവും കണ്ട് ഇനി ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുകയാണ്.